പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ബുധനാഴ്ച ഡിസംബർ 24 തീയതി അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ വഴികളിലെ ദേവതരെ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ
കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരസ്വരം നീക്കാം. എൻ്റെ പ്രിയപ്പെട്ട ഐസയായുടെ തിരുവചനങ്ങള് 59:1. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഈ വചനം നമ്മൾ എപ്പോഴും കേൾക്കണ വചനമാണ്, പുതിയ വചനങ്ങളല്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ ഇത് വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നായി വചനം വരുന്നത് അല്ലേ? ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം രക്ഷിക്കാനാവാത്ത വിധം കുറുകിപ്പോയിട്ടില്ലെന്ന് പറയണം. ഈ വചനം ഒരു സിദ്ധാന്തമാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രയോഗത്തിൽ ഇതിൻ്റെ കേന്ദ്രമായിട്ട് മനുഷ്യൻ വന്നാൽ, അതായത് ഒരിക്കലും ദൈവത്തിനെ നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്റെ കണ്ടീഷൻ മോശമായി പോയിട്ടില്ല എന്ന് കൂടിയുണ്ട് അർത്ഥം. ഇപ്പോൾ ഇതൊക്കെ സാമ്പത്തികമായ കടങ്ങളുണ്ട്, അല്ലെങ്കിൽ കടുത്ത രോഗങ്ങളുണ്ടെന്ന് വിചാരിച്ചോ. പക്ഷെ നമ്മൾ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഓർക്കുമ്പോൾ ഇതെങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ ദൈവം അത് വേണമെന്ന് വെക്കണം, അതാണ് വിഷയം. ദൈവം അത് വേണമെന്ന് വെക്കണം. ദൈവം അത് വേണമെന്ന് വെക്കണമെങ്കിൽ എന്താണ്? നീ ദൈവതിരുസന്നിധിയിലെ ദൈവത്തിൻ്റെ ഒരു മനസ്സുണ്ട്. എന്താണ്? നീ ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. യെശയ്യാ 43:4. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അതും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നാണ് പറയണത്. ദൈവമാണ് പറയണത്, നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനുമാണ്. പക്ഷെ ഇനി മനുഷ്യൻ്റെ ഭാഗത്തെന്ന് പറയുമ്പോൾ നമുക്കും തോന്നണം, എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലമതിക്കാനാവാത്തതാണെന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധി വിലമതിക്കാനാവാത്തതാണ്. ഞാൻ വിലമതിക്കാനാവാത്ത ആളായിട്ട് മാറുമ്പോഴാണ് ഏതവസ്ഥയിലും ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ തോന്നുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ രണ്ട് വചനങ്ങളും തമ്മിൽ ഇൻ്റർലിങ്ക്ഡാണ്. അപ്പോൾ ഏത് അവസ്ഥയിലും ദൈവത്തിന് വിലമതിക്കാനാവാത്തതായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതം ധന്യമായിരിക്കണം. പക്ഷെ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നത് കൊണ്ടല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ധന്യമാകുന്നത്. ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം ഇല്ലേ, എന്താണ്? സമ്പത്ത് കൊണ്ടല്ലല്ലോ ദൈവത്തിരുസന്നിധിയിൽ സമ്പന്നനാകണത്. ലൂക്ക 12:15. മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത്. അപ്പൊ ദൈവം ചില കാര്യങ്ങള്, നമ്മൾ ധന്യത ഉണ്ടാകുമെന്ന് പറയുന്ന കാര്യങ്ങള് ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിന് സമ്പത്തിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ വരും, സ്ഥാനമാനങ്ങൾ വരും. അപ്പോഴും ദൈവം പറയും, മനുഷ്യജീവിതം സ്ഥാനമാനങ്ങൾ കൊണ്ടല്ല സമ്പന്നമാകണത്. ചിലപ്പോൾ സൗന്ദര്യം വരും, അപ്പോൾ ദൈവം പറയും, മനുഷ്യജീവിതം സൗന്ദര്യം കൊണ്ടല്ല ധന്യമാകണത്.
അപ്പോൾ ആ സമ്പത്തിൻ്റെ ശ്രേണിയിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും ക്യാൻസലായിപ്പോയി. ദൈവത്തിൻ്റെ സന്നിധി ആകാൻ അവയ്ക്കൊന്നും പറ്റത്തില്ല. പിന്നെ എന്തിനാണ് ദൈവത്തിൻ്റെ മൂല്യതയുള്ളത്? ദൈവത്തെ നമ്മളെ കൊണ്ട് ആവശ്യം ഉണ്ടാകണം. ഒരാളെ കണ്ടാൽ ദൈവത്തിന് ആവശ്യം ഉണ്ടാകണം. ദൈവത്തിന് വേസ്റ്റായിട്ട് തോന്നരുത്. അതിന് ആവശ്യമുള്ളവരെയാണ് അവനെ എടുക്കണത്, അവന് ആവശ്യമുള്ളവരെ. അത് യോഹന്നാൻ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്. അവൻ തനിക്ക് ആവശ്യമുള്ളവർ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടവരെന്നാണ് കിടക്കുന്നത്. ഇഷ്ടപ്പെട്ടത് വെറുതെ ചുമ്മാ ഇഷ്ടപ്പെട്ടതാണ്. ഒരു ആവശ്യത്തിന് വേണ്ടി അവരെ അയക്കാനാണ്. എന്തിനാണ്? അതല്ലേ മർക്കോസ് 3:13. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അതിന്റെ അർത്ഥം തനിക്ക് ആവശ്യമുള്ളവരെ എന്നാണ്. തനിക്ക് ആവശ്യമുള്ളവരെ. അപ്പൊ ദൈവത്തിന് ആവശ്യമുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറണം. ആവശ്യമുള്ളവരെയാണ് അടുത്തേക്ക് വിളിക്കണത്. എന്താ കാര്യം? ആവശ്യം എന്താ? തന്നോട് കൂടെ ആയിരിക്കുന്നതിനും. അതാണ് വിഷയം. ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ തന്നോട് കൂടെ ആയിരിക്കണം. പിന്നെ പ്രസംഗിക്കാൻ അയക്കുന്നതിനും. ആവശ്യത്തിനാണ് വിളിച്ചിരിക്കണത്. അപ്പൊ തന്നെ ഇഷ്ടപ്പെടുകയല്ല പ്രശ്നം. തനിക്ക് ആവശ്യമുള്ളവരെ തന്റെ അടുത്തേക്ക് വിളിച്ചെന്നാണ് അടുത്ത വചനം വായിക്കുമ്പോൾ ഒക്കെ മനസ്സിലാകണത്. കാര്യം എന്താ? ഇഷ്ടപ്പെട്ടിട്ട് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വിളിച്ചതല്ല. ഒന്ന് തൻ്റെ കൂടെ ആയിരിക്കണം. തൻ്റെ കൂടെ ആയിരിക്കണം വെച്ചാൽ നിസ്സാരമല്ല. മനസ്സുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം മനസ്സുകൊണ്ട് നമുക്ക് പൗരോഹിത്യം കിട്ടി. എൻ്റെ പൗരോഹിത്യം ഇന്നലെ 40 വർഷം തികഞ്ഞ്. മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റും. പക്ഷേ മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടുകൂടി പൗരോഹിത്യത്തെ നോക്കിക്കാണാം. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ കൂടെ അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ചില ഗൂഢലക്ഷ്യങ്ങളുടെ കൂടെ ആയിരിക്കും നമ്മൾ. അപ്പം അതാണ് തന്നോട് കൂടി ആയിരിക്കുക എന്ന് പറയുന്ന കാര്യം. പലരെയും നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന്മാരെ പലപ്പോഴും ദൈവത്തിൻ്റെ ആൾക്കാർ പോലും ദൈവത്തിൻ്റെ കൂടെ അല്ല ശരിക്കും. അതുകൊണ്ട് നല്ല പൊളിറ്റിക്സൊക്കെ സഭയിൽ വരണത്. ചില സമയത്തൊക്കെ എങ്കിലും പൊളിറ്റിക്സ് വരുന്നില്ലേ? അപ്പം അതിന് അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കളികളിലാണ് അവർ നിൽക്കുന്നത്. അത് എല്ലാ മേഖലകളിലും വരും. അപ്പം തന്നോടുകൂടെ ആയിരിക്കുക എന്നുള്ളത് ഒരു വിളിയേക്കാളും ഒരു വെല്ലുവിളിയാണ് ആയിട്ട് വരും. ഒരു വെല്ലുവിളിയാണ്. അപ്പം അത് നമ്മൾ എപ്പോഴും നോക്കണം. അതായത് യേശുവിൻ്റെ കൂടെയാണെങ്കിൽ യേശു ആയിരിക്കണം അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരണത്. പിന്നെന്താ രണ്ടാമത്തെ കാര്യം? തന്നോട് ആയിരിക്കാനും പിന്നെ പ്രസംഗിക്കാൻ അയക്കാനും. കാരണം സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ്. അപ്പം ഈ 2 കാര്യങ്ങളുള്ളപ്പോൾ ആൾക്കാരാണ് ദൈവതിരുസന്നിധിയിൽ മൂല്യതയുള്ള. ഇവരാണ് പ്രിയങ്കരനായിട്ട് വരണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ വീണുപോയാൽ രക്ഷിക്കാനാവാത്ത വിധം ദൈവത്തിൻ്റെ കാര്യങ്ങളെ കുറുകെ പോയിട്ടില്ല. ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വിഷയം. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ദൈവതിരുസന്നിധിയിൽ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് കൺവേർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.